ഇത് വാഴയ്ക്ക കേട്ടോ, വാഴയ്ക്ക കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പരിപ്പാണേ. പിന്നെ ഉള്ളത് തേങ്ങ, കറിവേപ്പില, മുളക്, സവോള, ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടത്. അപ്പം ചട്ടിക്കകത്തേക്ക് നമ്മൾ കറിവേപ്പിലയും വാഴയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിലത് ഇത് വീഡിയോ എടുത്ത് എല്ലാം നമ്മൾ സ്വന്തം കൊണ്ടാണ് ഇതിങ്ങനെ പാത്രത്തോടെ തന്നെ ഇടുന്നത്. ഒരു തവി ഉപയോഗിച്ച് നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. വേണ്ട പരിപ്പും നമ്മുടെ കറിവേപ്പില, സവോള, വാഴയ്ക്ക ഇതൊക്കെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു തവി വെച്ച് ചെറുതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമ്മൾ ആ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടായിരുന്നു കേട്ടോ, ആ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണേ. മഞ്ഞൾപ്പൊടി വീണ്ടും ഒന്നും കൂടെ പറയാം കേട്ടോ. മഞ്ഞൾപ്പൊടി, വാഴയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, സവോള, ഇത്രയും സാധനങ്ങൾ. പിന്നെ അതിനകത്തേക്ക് ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങളിട്ട് നമ്മളിതൊന്ന് ഇളക്കി നമുക്ക് പൊത്തി വെക്കാവേ. അപ്പം നമുക്കിത് പൊത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാം. അരച്ചിട്ട് കറിവേപ്പില വേണ്ട കേട്ടോ, ഇത്രയും സാധനങ്ങൾ മതി. എന്നിട്ട് അരച്ച് ആ അരപ്പ് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം കടുക് പൊട്ടിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പില മാത്രമല്ല കുറച്ച് സാധനങ്ങളും കൂടി വേണം. അപ്പോൾ പൊട്ടിക്കാൻ നേരത്തെ ഞാനത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ കറിക്കകത്തേക്ക് അരപ്പ് ഒഴിക്കുകയാണേ. അരപ്പൊഴിച്ച കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മളിതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. ഉപ്പ് നമ്മൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നമ്മൾ ഉപ്പ് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉപ്പ് അങ്ങനെ കുറയാനൊന്നും ചാൻസ് ഇല്ല. കാരണം നമുക്ക് എന്താ പറയുക, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ നോക്കിയിട്ട് തന്നെ ഇടുകയാണ് ചെയ്തത്. ആദ്യം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഉപ്പിടുന്നത്. പിന്നെ ഈ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്കുണ്ടേ. അത് ഈ വേവിച്ച് വെക്കുമ്പം കായ വേവിക്കുന്ന സമയത്ത് ഒരിച്ചിരി കായ എടുത്ത് വെച്ചിട്ട് അത് ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ അരച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ കൊഴുപ്പും ഉണ്ടാവും. പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് കൊഴുപ്പൊന്നും വലിയ കുറവൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇച്ചിരിയും കൂടെ കൊഴുപ്പും ഉണ്ടാവും, നല്ല രുചിയും ഉണ്ടാവേ. അപ്പോൾ ഇതിനി ഒന്ന് തിളക്കട്ടെ. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. നമ്മളെ കടുക് പൊട്ടിച്ചു കേട്ടോ. കടുക് എനിക്ക് പിള്ളേർ ഒച്ചപ്പാടാക്കുന്നതുകൊണ്ടേ അവർ ഭയങ്കര കുരുത്തക്കേടായിരുന്നേ. എനിക്ക് ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയുള്ളി, കടുക്, കറിവേപ്പില, പത്തളമുളക്, ഇത്രയും സാധനങ്ങളിട്ടാട്ടോ നമ്മൾ കടുക് പൊട്ടിച്ചത്. കടുക് പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറി അങ്ങ് നല്ലോണം കുറുകി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊട്ടിച്ച കടുക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഈ വീഡിയോ എടുക്കുന്നതും എന്താ പറയുക ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടേ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. അപ്പം അത് നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കണേ. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ക്യാമറ പിടിക്കാനൊന്നും വേറെ ആളൊന്നുമില്ല. അതുകൊണ്ടാട്ടോ. പിള്ളേരവിടെ നിന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമെന്ന് അറിയത്തില്ല. നമുക്ക് പോകെ നമുക്കെല്ലാം ശരിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയ്ക്കക്കറി റെഡിയായി കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ ഒരുപാടെങ്കിലും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചി. നമുക്ക് ഈ കറി മാത്രം മതി ചോറൊക്കെ കഴിക്കാൻ.